ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ചെയ്തപ്പോൾ കുറേ പേര് ആ സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാമെന്ന്. സോ നമുക്ക് പിന്നെയും വീട്ടിൽ പോവാം. ഞാനും എൻ്റെ അനിയനും സെപ്പറേറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്, വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഒന്നരടം വിട്ടിട്ട് വീട്ടിലോട്ട് വരും. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കാത്ത ദിവസം ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കും, നമുക്ക് മടി പിടിക്കുന്ന ദിവസം. സോ ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് എന്നും മടിയാണ്. അതുകൊണ്ട് അമ്മേനെ സോപ്പിടാൻ വേണ്ടിയിട്ട് നമ്മൾ പാലും പപ്പടമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതും കൊണ്ട് വീട്ടിൽ പോയിട്ട് അമ്മേനെ സോപ്പിട്ടിട്ട് വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് തിരിച്ചു വരും. ഞാൻ ഈ വഴി പോകുന്നില്ല, കാരണം എന്താ വെച്ചാൽ കാല് നനയ്ക്കാൻ വയ്യത്. സെപ്പറേറ്റ് ഒരു വഴിയുണ്ട്, വഴിയല്ലാതൊരു വീടാണ്. അപ്പം നമുക്ക് അറിയുന്ന ആളുടെ വീടായതുകൊണ്ട് ഇതുവഴി നമ്മളിങ്ങനെ കയറി ഇറങ്ങും. ഇവിടെ ഒരു വലിയ പാലുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ പാലം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കണ്ണും മുഖവും മൂക്കും എല്ലാം ഒന്നാവും നമുക്ക്. എല്ലാ വീട്ടുകാരൻ്റെയും വീട്ടുപേരെന്തായിരിക്കും പുറത്തു പറയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു പൊട്ട പേരായിരിക്കില്ലേ, അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് പാറക്കുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് സ്ഥലം എന്ന്. അപ്പം പാലക്കാട് ജില്ലയിൽ കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണിത്. കോങ്ങാടിൽ പൂതങ്കോടാണ് എക്സാക്റ്റ് പ്ലേസ് വരുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലം. ഇവിടെ സെപ്പറേറ്റ് കുഴിയൊക്കെ ഉണ്ട്. തോട് ഇതുവഴി ഓടും അതുവഴി ഓടും. സൂര്യകാന്തി പൂ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കുമ്പോൾ ഈ പൂവ് കാണിച്ചു തന്ന് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു എൻ്റെ പൊന്നമ്മച്ചി. ആരും പേടിക്കണ്ട, അതൊരു അന്യഗ്രഹ ജീവിയല്ല, അതെൻ്റെ അനിയനാണ്. ഇപ്പം അത്ര 2 ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ എത്രയെങ്കിലും വൃത്തി. പക്ഷേ അല്ലെങ്കിൽ ഭയങ്കര ചെളിയായിരിക്കും, നല്ല ചെളിയായിരിക്കും, നടക്കാനേ പറ്റില്ല. നമ്മൾ ഡ്രസ്സിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ തീർക്കും. പണ്ട് ഇവിടെ ഫുള്ള് വയലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ട് ഗൈസ്. ആസ് യൂഷ്വൽ ഞാൻ കുട എടുക്കാൻ മറന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നത്. എന്നെ വെട്ടി ഒട്ടിച്ച പോലെ ഉണ്ടോ? നിങ്ങളത് കാണുന്നുണ്ടോ? ആകാശത്തിൽ നക്ഷത്രം. ഇതൊരു വലിയ ടാസ്ക്കാണ് ഈ വീട്ടിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ താമസിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ മഴക്കാലത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പാക്കറ്റ് പാല് വാങ്ങണമെങ്കിലോ ഒക്കെ ഈ പാടും ഈ തോടൊക്കെ നീന്തി കിടന്നിട്ട് വേണം നമുക്ക് കടയ്ക്ക് പോകാൻ, അവിടത്തുള്ള കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും നമുക്കൊരു ബസ് പിടിച്ചിട്ട് പോയാലേ ചിക്കനും മീനൊക്കെ കിട്ടുള്ളൂ, അത് വേറൊരു കാര്യം. പിന്നെ വീട് കാണിച്ച സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ സ്വർഗ്ഗമാണ്, സമാധാനമായിരിക്കും. ആക്ച്വലി ഈ കേൾക്കുന്ന വീടിൻ്റെ ശബ്ദം തന്നെ അവിടെ കേൾക്കുള്ളൂ. പക്ഷേ മഴയത്ത് ഈ തോട്ടിൽ നിന്ന് ഒഴുകുന്ന വെള്ളം അടിപൊളി സൗണ്ട് കേൾക്കാം, നല്ല രസമാണ് കേൾക്കാൻ. പക്ഷേ അങ്ങനത്തെ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല, എന്തൊക്കെ ചെയ്താലും ഇതൊരു സമാധാനം കിട്ടില്ല, നമുക്ക് ഒന്നും ഒടുക്കി പെറുക്കി വയ്ക്കാനൊന്നും സമയം കിട്ടില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല, സമാധാനം തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു. എല്ലാ കാലങ്ങളായിട്ട് ഇവിടെ പാലുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പരാതിപ്പെട്ടിട്ട് നമുക്ക് ഗവൺമെൻറ് ഒരു പാലം കെട്ടിത്തന്നതാണ് നിങ്ങളീ കാണുന്ന മത്തങ്ങ പാലം. പക്ഷേ പാലം കെട്ടിയിട്ട് എഞ്ചിനീയർ സ്റ്റെപ്പ് കെട്ടാൻ മറന്നു. ഇതിലെങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല, എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. അമ്മേൻ്റെ ആട്ടുംകുട്ടികൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് കയറലുണ്ട് ഇതിനകത്ത്, അവങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ബാത്ത് ടബ്. വി ആർ റിച്ച് ഗൈസ്, ഞങ്ങൾക്ക് ബാത്ത് ടബൊക്കെ ഉണ്ട്. വെള്ളം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് റോഡ് കാണിച്ചു തരാം. കണ്ടോ, റോഡ് പോയിട്ട് സൈക്കിള് പോയിട്ട് ഒരു ടയർ പോലും ഉരുണ്ട് വരാത്ത സ്ഥലമാണിത്. ഇത് കൂടെ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ ആ മോളി കാണുന്ന സാധനം ഉണ്ടല്ലോ, ആ കുന്നിന്ന് അവിടെ നിന്ന് ഒറ്റ പ്രാവശ്യം വീണാൽ മതി, പിന്നെ ഈ താഴത്ത് ഈ തോട്ട് കിടക്കും. റോഡ് കെട്ടിയ സമയത്ത് ഞാനാണിത് വീണ് ഉദ്ഘാടനം ചെയ്ത്. അന്ന് ഞാൻ എൻ്റെ മിഡിലോ ബ്ലങ്കറ്റ് പോയേ പറഞ്ഞിട്ട് കുറേ കരഞ്ഞു. ഗൈസ്, നമ്മൾ വീലെത്തി. ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ വി ആയിട്ടുള്ളൂ, ഡി ആയിട്ടില്ല എന്ന്. നമുക്ക് തറപ്പണി ഒക്കെ കഴിഞ്ഞ് ചുമര് പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇനി മുകളിൽ സൈഡ് വാർക്കണം, മെയിനും വാർക്കണം. ഞാൻ നടന്ന് കഥച്ച് ഗൈസ്. ഹോം സ്വീറ്റ് ഹോം. ഇതാണ് അന്ന് കഴിഞ്ഞ ദിവസം മേയാൻ പോയ ആടുകൾ, ഇത്രയും എണ്ണം ഉണ്ട്. സുന്ദരി. എൻ്റെ വീട്ടിലെ ആടുകൾ മട്ടൻ ഒഴികെ ബാക്കിയെല്ലാം തിന്നും. ഇതേപ്പോൾ കണ്ടോ, കൈ തിന്നാൻ നോക്കുന്നു. പാസക്കാറി നമ്മുടെ വീട്ടിലെ കോഴികളാണ്. അതും ഇവിടെയുള്ള കുറച്ച് എക്സ്ട്രാ സ്ഥലങ്ങൾ കാണിച്ചു തരാം നമുക്ക്. എൻ്റെ ആട്ടുംകുട്ടികൾ നായ കടിച്ചപ്പോൾ അവിടെ കുഴിച്ചിട്ട്. സമയത്ത് ഞങ്ങളുടെ പ്രധാന ഹോബി എന്താ വെച്ചാൽ ഇതുപോലൊരു ഇല പെറുക്കും, എന്നിട്ട് നമ്മൾ ഇതുവഴി ഇറങ്ങും. ഇതുവഴി ഒന്നും ആയിരുന്നില്ല, പണ്ട് ഇവിടെ പാലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കറന്നു മുറിക്കാൻ ഒരു കല്ല് മാത്രമേ കാണുള്ളൂ, ഇതിൽ വെള്ളമാക്കും.
ഇതാണ് നമ്മുടെ സ്ഥിരം കുളിക്കണ സ്പോട്ട്. പണ്ട് ഇവിടെ കുളിക്കാൻ വരാതിരിക്കാൻ അമ്മ എന്താ പറയാന്നറിയോ, ഇവിടെ കുളത്തിൽ അല്ല തോട്ടിൽ മുതലുണ്ട്, സ്രാവുണ്ട്, ഞങ്ങളൊക്കെ പേടിച്ച് വരില്ലായിരുന്നു. തേങ്ങ ഉറങ്ങി. പിന്നെ കല്യാണത്തിന് പോവല്ലേ? ചെക്കനെവിടെ? സ്കൂളും കാര്യം നിൽക്കുക കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ആട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഐ നീഡ് വ്ളോഗ്. അമ്മായി ഇവനും കൂടിയിട്ടാ വീഡിയോ ചെയ്യാം. ഉപ്മാവ് പായസം പിന്നെ ലൊട്ടും മുട്ടും ആട്. ഇവന്റെ ആടിന്റെ പേരാ ലൊട്ടും മിട്ടും. ടുട്ടും മിട്ടോ തോന്നൂല്ലേ? കുഞ്ചായ കുഞ്ചായ പോലും. അവന് നാണം വന്നു. കണ്ടോ, അതാണ് അച്ചു. എല്ലാ മക്കളെയും പോലെ തലതെറിച്ചൊരു സ്വഭാവം ഉണ്ട് അവന്. നിൽക്കാൻ പറഞ്ഞു കൂടും. നമ്മൾ അമ്മായിനെയും മാമനെയും കണ്ടപ്പോൾ സംസാരിച്ച് നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഇപ്പം തൽക്കാലം ഇത്രയാണ് നമ്മളിവിടെ സ്ഥലമുള്ളൂ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടി സ്ഥലമുണ്ട്. പക്ഷേ അത് ഈ ഒരു വീഡിയോയിൽ തികയൂല. അപ്പോൾ അത് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സ്ഥലം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം.